ബിസിനസ് ഓണേഴ്സ് പാർട്ണർഷിപ്പ് തുടങ്ങുന്ന സമയത്ത് അവരായിട്ടുള്ള എഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ പാർട്ണേഴ്സ് ഇതിൽ അവരുടെ റോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചില പാർട്ണേഴ്സ് സൈലന്റ് പാർട്ണറായി, കാരണം അവർ ഇൻവെസ്റ്റ്മെന്റ് തന്ന് അവർ സൈലന്റ് ആവും, കാരണം അവർ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവും. ചില പാർട്ണേഴ്സ് എന്തെയില്ല, അവിടുത്തെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് അല്ലെങ്കിലും ചില കാര്യങ്ങൾ അവർ കൈകാര്യം നോക്കും. കാരണം അക്കൗണ്ട്സിനെ എത്രത്തോളം എങ്ങനെ പേയ്മെന്റ് പോണ കാര്യങ്ങൾ, അല്ലെങ്കിൽ ടീമിന് എടുക്കേണ്ട സിറ്റുവേഷനിൽ അവർ വരും, എന്തെങ്കിലും സ്കെയിൽ ചെയ്യണ ഡിപ്പാർട്ട്മെന്റ്, അപ്പോൾ നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അവരെ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ കൃത്യമായി എഴുതി തയ്യാറാക്കണം. അതേപോലെ തന്നെ ഒരു പാർട്ണറിന്, ഇപ്പോൾ വർക്കിംഗ് പാർട്ണർ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ അതോറിറ്റി എടുക്കാൻ പറ്റും, അതേപോലെ തന്നെ ഒരു എക്സ്പെൻസ് അവർ ഇന്ന എമൗണ്ടിൽ കൂടുതൽ ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി എല്ലാ പാർട്ണേഴ്സിനെ അറിയിക്കേണ്ടതുണ്ടോ എന്നുള്ള കൃത്യമായ ഒരു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് 8ന്റെ പണി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇവരെ തമ്മിലുണ്ടാവും. കാരണം കുറച്ചു കാലം നമ്മൾ പാർട്ണേഴ്സ് നമ്മളങ്ങനെ കൊണ്ടുപോകുമ്പോൾ പിന്നെ ഓരോ വാക്കിൽ തർക്കങ്ങൾ വരും. അപ്പം കൃത്യമായി ഒരാൾ സൈലന്റ് ആണെങ്കിൽ കൃത്യമായി പറയാം, നിങ്ങൾ സൈലന്റ് ആണ്, അതിന്റെ പ്രോഫിറ്റ് വരുന്ന സമയത്ത് കൃത്യം അങ്ങനെ. അതല്ല ഇനി മറ്റൊരാൾ നോക്കുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അതാത് സമയത്ത് അവർ വന്ന് കൃത്യമായി നോക്കിക്കൊള്ളണം. അങ്ങനെ ഓരോ പാർട്ണറും എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യും, എന്തൊക്കെ ചെയ്യില്ല, അവരെന്തൊക്കെ റോൾ എടുക്കാൻ പറ്റും, എന്തൊക്കെ അങ്ങനെ കൃത്യമായി എഴുതി തയ്യാറാക്കി ചെയ്യണം. അല്ലാതെ നിങ്ങളൊരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയിട്ട് 50-50 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കാര്യമില്ല. അത് നടക്കൂല ബിസിനസ്സിൽ, അത് അധികകാലം മുന്നോട്ട് പോകില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ എഴുതി തയ്യാറാക്കി തന്നെ വേണം.